ഇലക്ഷൻ കാലത്ത് വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര വരുന്നു. ആദ്യം തന്നെ ശബരിമല വിഷയം, ഇപ്പൊ രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, ഇപ്പോ മൂന്നാമതായിട്ട് ഇതിലേറെ ഗുരുതരമായിട്ടുള്ള മറ്റൊരു വിഷയം വരികയാണ്. ഇതിനകത്ത് നോട്ടീസ് കിട്ടിയിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഈ മസാല ബോണ്ട് കിഫ്ബിക്ക് വേണ്ടി ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായിട്ട് ഈ മസാല ബോണ്ട് ഇറക്കിയതും ലണ്ടനിൽ പോയിട്ട് ടവറില് മണിയടിച്ചതുമൊക്കെ, ഷെയർ മാർക്കറ്റിൽ മണിയടിച്ചതുമൊക്കെ അന്ന് തന്നെ വലിയ വാർത്തയും വലിയ ചർച്ചയായ വിഷയമാണ്. അങ്ങനെ ഒരു അവകാശം കേരള സർക്കാരിന് നേരിട്ട് ഇങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് കിഫ്ബിക്ക് വേണ്ടി കൂടിയ പലിശയ്ക്ക്, അതും ചെറിയ പലിശയ്ക്കല്ല, നമുക്കറിയാം നാട്ടു നടപ്പുള്ള ഇന്ത്യയിൽ തന്നെ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ അതിന് മുതിരാതെ കൂടിയ പലിശയ്ക്ക് അവിടുന്ന് ഈ പണം സമാഹരിച്ച അത് അന്നേ ഇതായിരുന്നു. അങ്ങനെ റിസർവ് ബാങ്കിന്റെ അനുമതിയോടെയാണ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക് നടത്തിയത്. സത്യത്തിൽ ഈ പറഞ്ഞ കാര്യത്തിൽ ശ്രീ പിണറായി വിജയനുള്ളതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം എല്ലാ അർത്ഥത്തിലും തോമസ് ഐസക്കിനാണ്, അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ശ്രീ പിണറായി വിജയൻ ഇതിന്റെ എല്ലാ വശങ്ങളും ഒന്നും ഒരുപക്ഷെ കൃത്യമായിട്ട് അറിഞ്ഞൊന്നും വരില്ല. നേരെ മറിച്ച് തോമസ് ഐസക് ഈ കാര്യങ്ങളെല്ലാം ബോധപൂർവ്വം അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഏത് രീതിയിലാണ് ഇത് ഫെമ ചട്ടലംഘനം ആയിട്ട് വരുമോ, റിസർവ് ബാങ്കിന്റെ അനുമതി കിട്ടിയിട്ടുണ്ടോ, കേന്ദ്ര ഗവൺമെന്റിന്റെ അനുമതി വാങ്ങിയിരുന്നു, ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ കറക്റ്റായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നത് സത്യത്തിൽ ശ്രീ തോമസ് ഐസക്കിനാണ്. ആ തോമസ് ഐസക് അത് ചെയ്യാതെ മുഖ്യമന്ത്രി അത് അനുവദിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇപ്പൊ മുഖ്യമന്ത്രിയാണല്ലോ മന്ത്രിസഭയുടെ എന്നുള്ള നിലയ്ക്ക് പ്രധാന ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ് വരിക. ഏതായാലും ഇതൊരു വലിയ ഇഷ്യൂ ആയി മാറുകയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇനിയിപ്പോ വലിയൊരു ഇഷ്യൂ ഏതാനും ദിവസം എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇ ഡിയുടെ ലെൻസിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ സംഭവം തന്നെയാണ്. അതെങ്ങനെയൊക്കെ കലാശിക്കും എന്നുള്ളതിലേ നമുക്ക് സംശയമുള്ളൂ. ഇ ഡി ഇതിനു മുമ്പ് ഒരുപാട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ തന്നെ മറ്റ് ലൈഫ് മിഷൻ കേസ്, ഇങ്ങനെ ഒരുപാട് കേസുകളിൽ ഇ ഡി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട ഏജൻസികൾക്കും സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വ്യക്തികൾക്കും ഒക്കെ, ഇതിപ്പോ കെ.എം. അബ്രഹാമും ധനകാര്യമന്ത്രി തോമസ് ഐസക്കും മുഖ്യമന്ത്രിയും നോട്ടീസ് കൈപ്പറ്റി കഴിഞ്ഞു. ഇനി അതിൽ വിളിച്ചു വരുത്തി എന്ത് ചോദ്യമാണ് ചെയ്യുന്നത്, ഫെമ ചട്ടലംഘനം കണ്ടെത്തിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അതും ഒരു ഇഷ്യൂ ആകുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും ഒരു വലിയ ചർച്ചാ വിഷയം ഉണ്ടായി വരുന്നു, ഒരു വലിയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രാധാന്യം. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലാണ് ഈ വിവാദങ്ങളുടെ ഘോഷയാത്ര വരുന്നത്. മാത്രമല്ല ഇന്നിപ്പോ ശബരിമല ഇഷ്യൂവിൽ അവസാന റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് SIT ഹൈക്കോടതിക്ക് കൊടുക്കുകയാണ്. അതിലെന്തൊക്കെയാണ് പുതിയ കണ്ടെത്തൽ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഒരുപാട് വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് എങ്ങനെയൊക്കെയാണ്, ആരെയൊക്കെയാണ് ബാധിക്കുക, എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നുള്ളത് കാത്തിരിക്കണം. എന്തായാലും ഇതൊരു ഗൗരവമുള്ള വിഷയമാണെന്നുള്ളത് സംശയമില്ല. മുഖ്യമന്ത്രിക്ക് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഈ പറഞ്ഞ പോലെ ഇ ഡിയുടെ ഒരു നോട്ടീസ് കിട്ടുന്നത്. അദ്ദേഹം ഹാജരാവോ അതോ ഒഴികഴിവ് പറഞ്ഞ് ഹാജരാകാതിരിക്കാൻ ശ്രമിക്കുമോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇതെല്ലാം നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇ ഡി ലെൻസിലേക്ക്, ഇ ഡിയുടെ ഇതിലേക്ക് മുഖ്യമന്ത്രി കൂടി എത്തിച്ചേരുന്നു, തോമസ് ഐസക് എത്തുന്നു, കെ.എം. അബ്രഹാം എത്തുന്നു. ഫെമ ചട്ടലംഘനം ഉണ്ടെങ്കിൽ അതിന്റെ നടപടികൾ എന്താണ്, അതിൽ ഏത് തരം ശിക്ഷയാണ്, ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അതൊക്കെ ഇന്ന് ഒരു ദിവസം കൊണ്ട് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഇതൊരു ഗൗരവമുള്ള വിഷയമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തായതുകൊണ്ട് പ്രത്യേകിച്ചും ഇത് കൂടുതൽ ഗൗരവം ഉള്ള ഒരു വിഷയമാകും. വലിയ ചർച്ചകളിലേക്ക് പോകും. എന്ത് മറുപടിയാണ് മുഖ്യമന്ത്രി പ്രതികരിക്കോ, തോമസ് ഐസക് പ്രതികരിക്കോ, കെ.എം. അബ്രഹാം പ്രതികരിക്കോ എന്നുള്ളതൊക്കെ നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ഇനിയിപ്പോൾ പ്രതികരണമൊക്കെ വരാനിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ സർക്കാർ പറയുക ഇ ഡിയുടെ നടപടിയൊക്കെ തന്നെയും വിമർശിച്ചായിരിക്കും രംഗത്തെത്താനുള്ള സാധ്യതകളുള്ളത്. പ്രത്യേകിച്ച് ഇ ഡി കേന്ദ്രത്തിനുമായി പ്രവർത്തിക്കുന്നു, ആ ഒരു രീതിയിലായിരിക്കും അവരും അവരുടെ ഒരു പ്രതികരണമൊക്കെ വരാനിരിക്കുക. രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സ്വാഭാവികമായിട്ട് അവരുടെ പ്രതികരണം വരിക. ഈ ഘട്ടത്തിൽ ഇത് BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രേരിതമായിട്ട് അതും കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു ഗൂഢാലോചനയാണെന്നുള്ള വ്യാഖ്യാനത്തിലേക്കാണ് സ്വാഭാവികമായിട്ടും വരാനുള്ള സാധ്യത. അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഇത്രയും കാലം ഉണ്ടായിട്ട് ഫെമ ചട്ടലംഘനം ഇപ്പോഴാണോ കണ്ടെത്തുന്നത്, ഇപ്പോഴാണോ ഇ ഡി നോട്ടീസ് അയക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയർത്തി പ്രതിരോധിക്കാനായിരിക്കും ശ്രമം. ഏതായാലും ഒരു വസ്തുത, ദർ ഇസ് എ ഫാക്ട്. ആ ഫാക്ട് ഇങ്ങനെ മസാല ബോണ്ട് വാങ്ങിയിട്ടുണ്ട്, ആ ബോണ്ടിന് കൂടിയ പലിശയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. ആ പണം കൊണ്ടുവന്നിട്ട് ഇവിടെ ഏതോ ബാങ്കിലിട്ട് കുറഞ്ഞ പലിശയ്ക്ക് അവിടെ കൊടുക്കേണ്ടി വരുന്ന 2150 കോടി രൂപയോ മറ്റോ ആണെന്ന് ഈ ഇത് പ്രകാരം മസാല ബോണ്ട് പ്രകാരം സമാഹരിച്ചത്. ആ പണം ഇവിടെ കൊണ്ടുവന്നിട്ട് ബാങ്കിൽ വർഷങ്ങളോളം ഇട്ടിട്ട് കുറഞ്ഞ പലിശയ്ക്ക് 9% പലിശയ്ക്ക് എടുത്ത പണം 6.25% ഇവിടുത്തെ ബാങ്കുകളിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ച് വലിയ തോതിൽ ഒരു നഷ്ടം വരുത്തി എന്നുള്ള ആരോപണമൊക്കെ അന്നേ ഉണ്ടായിരുന്നതാണ്.
അപ്പൊ ഏതായാലും ഇത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മുടെ മുമ്പിലുള്ളൊരു യാഥാർത്ഥ്യം EDയുടെ നോട്ടീസ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആളുകൾക്ക് കിട്ടിയിരിക്കുന്നു. അവരതിനോട് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത്, അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള വ്യാഖ്യാനമാണ് വരുന്നത്. അതല്ല, അത് അനുമതിയോടെയാണ്, RBIയുടെ അനുമതി ഉണ്ടായിരുന്നു എന്നുള്ള അവകാശവാദമാണ് ഉന്നയിക്കാൻ പോകുന്നത്. ഇതിനെല്ലാം ഒരു ക്ലാരിറ്റി ഈ പറഞ്ഞ ഒരുപക്ഷെ ഇന്ന് തന്നെ വന്നേക്കാനാണ് സാധ്യത. അപ്പോ ഒരു വസ്തുത ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് EDയുടെ നോട്ടീസ് മുഖ്യമന്ത്രിയിലേക്കും എത്തിയിരിക്കുന്നു. അതിന് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഒത്ത നടുവിലാണ്, വോട്ടെടുപ്പിന് ഇനി 9 ദിവസം മാത്രം അവശേഷിക്കുകയാണ് ഈ ആരോപണം മുഖ്യമന്ത്രിയുടെ നേർക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഏതാനും ദിവസങ്ങളിലേക്ക് ചർച്ചയുടെ ഫോക്കസ് മറ്റൊരു ഈ വിഷയത്തിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഗോൾ പോസ്റ്റ് മാറി മാറി വരുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.